ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായുള്ള പരിശോധന അതീവ സുരക്ഷയുള്ള സെൻട്രൽ ജയിലിലോട്ട് വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നും ഈ കഞ്ചാവ് പൊതികളും ഹാഷിഷ് ഓയിലൊക്കെ പിടികൂടുന്നത് ഈ ഒരു സുരക്ഷാ അധികൃതരുടെ ഒരു പ്രശ്നം തന്നെയല്ലേ? തീർച്ചയായും. ഈ കറക്ഷൻ ഹോമാണ് നമ്മുടെ നാട്ടിലുള്ള ഈ പ്രിസണുകൾ അല്ലെങ്കിൽ അവരെ കുറ്റവാളികളെ തിരുത്തി പുറത്തേക്ക് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്ന ഒരു കേന്ദ്രമായിട്ടാണ് നമ്മളുടെ ജയിലുകളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ജയിലിനുള്ളിലും ഇതുപോലെ കുറ്റകൃത്യങ്ങളും അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുടെ ഒഴുക്കും അല്ലെങ്കിൽ അവർക്ക് ഈ മുമ്പ് അല്ലെങ്കിൽ പുറത്ത് ലഭിച്ചുകൊണ്ടിരുന്ന അതേ സൗകര്യങ്ങളെല്ലാം അകത്ത് ലഭിക്കുകയാണെങ്കിൽ അവിടെ ഒരു കറക്ഷൻ എന്താണ് അർത്ഥമാക്കുന്നത്? അവിടെ ഒരു കറക്ഷൻ വരുന്നില്ലല്ലോ. അപ്പോൾ ഒരു ചുമരിനുള്ളിൽ സുരക്ഷിതരായി എല്ലാ ആനുകൂല്യങ്ങളോടും കഴിയുന്നവർക്ക് പുറത്ത് കഴിയുന്നതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇതുവരെ ഈ ജയിലിനുള്ളിൽ ഈ സിഗരറ്റ്, ബീഡി അതുപോലുള്ള ഒരു കാര്യങ്ങളെല്ലാം ഉള്ളിലേക്ക് പോകുമായിരുന്നു. പക്ഷേ ഈ വൻതോതിൽ കഞ്ചാവുകളും അല്ലെങ്കിൽ ഈ ഒരു മയക്കുമരുന്ന് പൊതികളെല്ലാം അകത്തേക്ക് എത്തുന്നത് വലിയൊരു കൃത്യവിലോപത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. ഇത് വ്യക്തമായിട്ടുള്ള ഒരു സുരക്ഷാ വീഴ്ചയും കൂടിയാണെന്ന് പറയാം. അല്ലെങ്കിൽ സുരക്ഷയ്ക്ക് നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചാണ് ഈ ഒരു ഡ്രഗ്സ് എല്ലാം ഉള്ളിലേക്ക് കിടത്തുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിലേതാണ് ശരിക്കുള്ള ഒരു യഥാർത്ഥ പോയിന്റ് അല്ലെങ്കിൽ യഥാർത്ഥമായി സംഭവിച്ചത് എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തുന്നതാണ്. അല്ലെങ്കിൽ ഉടനെ കണ്ടെത്താനായിരിക്കും ഇനി ഈ ഒരു നമ്മുടെ ഈ തൂഫാൻ എന്ന ആ ഒരു തൂഫാനിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥരെ ഇനി അടുത്ത മൂവ് അല്ലെങ്കിൽ അടുത്ത നീക്കം. ഇത്തരത്തിൽ ഈ ഒരു ലഹരി വസ്തുക്കളൊക്കെ ഈ ഒരു ജയിലിനുള്ളിലോട്ട് എത്തുമ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇത്തരത്തിലുള്ള ഒരു പശ്ചാത്തലം ഉണ്ടാകുമോ എന്ന് നമ്മൾ പരിശോധിക്കണ്ടേ? ഇപ്പോൾ നമ്മൾ ഈ പുറത്ത് പല കേസുകൾ കാണാറില്ലേ? ഈ പോലീസുകാർ ലഹരി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ നാട്ടുകാർ പിടികൂടി. അതുപോലെയൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ജയിലിനുള്ളിലെ ആ ഒരു ഉദ്യോഗസ്ഥരുടെയും വീഴ്ച എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ജയിൽക്കെട്ടിനുള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു മതിൽക്കെട്ടിനുള്ളിൽ ഒന്നും അല്ലെങ്കിൽ ഈ ഒരു മതിൽക്കെട്ടിൽ നിന്നും പുറത്തേക്കൊന്നും അറിയില്ല എന്നുള്ളൊരു വിശ്വാസത്തോടെയാണ് ഇവർ ഈ തൽപരകക്ഷികളായ ഈ തടവുകാർക്ക് വേണ്ടി വിട്ടുവീഴ്ചകളും അല്ലെങ്കിൽ അവരിൽ നിന്ന് പണം കൈപ്പറ്റിക്കൊണ്ടുള്ള സൗകര്യങ്ങളും എല്ലാം ഏർപ്പെടുത്തി കൊടുക്കുന്നത്. പക്ഷേ ഇതുപോലൊരു സഡൻ ആയിട്ടുള്ളൊരു മിന്നൽ നീക്കം ഈ ഒരു ഓപ്പറേഷൻ തൂഫാനിൽ നിന്നുണ്ടായത് ഇവർക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. കാലങ്ങളായി കുറച്ച് ഉദ്യോഗസ്ഥർ മാത്രം ഈ ഒരു വിട്ടുവീഴ്ച നൽകിക്കൊണ്ട് ഈ ഒരു തടവുള്ളികളുമായിട്ടൊരു എന്താ പറയുക, ഒരു അവിഹിത ബന്ധം എന്ന് തന്നെ പറയാം. ഇവരെ തിരുത്താൻ വേണ്ടി അല്ലെങ്കിൽ ഈ തിരുത്തലുമായി ബന്ധപ്പെട്ട് അകത്ത് കിടക്കുന്ന തടവുകാർക്ക് കാവൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട നടുക്ക് നിൽക്കുന്ന ഉദ്യോഗസ്ഥരാണ് ജയിലർമാർ അല്ലെങ്കിൽ വാർഡന്മാർ, അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ. അപ്പോൾ അവരുടെ ഈ അറിവോടെ ഡ്രഗ്സ് പോലുള്ള കാര്യങ്ങളെല്ലാം ഉള്ളിലേക്ക് കിടക്കുന്നത് അവർക്കെതിരെ നടപടി എടുക്കേണ്ട ഒരു സാഹചര്യം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട കണ്ണൂർ, വിയ്യൂർ പോലുള്ള സെൻട്രൽ ജയിലുകളിൽ മാത്രമാണ് ഈ പരിശോധന നടത്തിയത്. അപ്പോൾ ഈ ഒരു പരിശോധനയിൽ തന്നെ കഞ്ചാവും ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കളൊക്കെ പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ജയിലിലോട്ട് കൂടി ഇതിൻ്റെ ഒരു കാര്യക്ഷമത നമ്മൾ അന്വേഷിക്കണം അല്ലേ? കാരണം ബാക്കിയുള്ള ജയിലുകളിലും ഇതൊക്കെ നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. ജയിലിനുള്ളിലേക്കുള്ള ഈ ലഹരിവേട്ടയ്ക്ക് തുടക്കം കുറിച്ചത് തിരുവനന്തപുരത്തെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നാണ്. അതുമാത്രമല്ല, നമ്മുടെ തിരുവനന്തപുരത്ത് മാത്രമല്ല, സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഓരോ സബ് ജയിൽ വീതമുണ്ട്. കൂടാതെ വിയ്യൂർ സെൻട്രൽ ജയിലുണ്ട്, കണ്ണൂർ സെൻട്രൽ ജയിലുണ്ട്, കൂടാതെ തവനൂരുമുണ്ട്. ഇങ്ങനെ 4-5 സെൻട്രൽ ജയിലുകളാണ് നമ്മുടെ കേരളത്തിൽ പ്രധാനമായിട്ടുള്ളത്. ഈ വിചാരണ തടവുകാരല്ലാതെ സ്ഥിരം ജീവപര്യന്തം കഴിയുന്ന ഈ ഒരു തടവുകാരെ ലക്ഷ്യമിട്ടാണ് ഈ മയക്കുമരുന്ന് മാഫിയ അതിനുള്ളിൽ തന്നെ ഈ ഡ്രഗ് പെഡലേഴ്സിനെ അല്ലെങ്കിൽ ഈ ഇടനിലക്കാരെ സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ചെറിയൊരു വിവരം ലഭിച്ചിട്ടുണ്ട്. അതായത് വിചാരണ തടവുകാരെ 1-2 അല്ലെങ്കിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വിചാരണ തുടങ്ങുമ്പോൾ അവർ കേസുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നു. അത് അവരെ അല്ല, സ്ഥിരമായി 14 അല്ലെങ്കിൽ 8 വർഷം 6 വർഷം അതുപോലെ ജീവപര്യന്തം കഴിയുന്നവരാണ് ഇതുപോലുള്ള ഒരു മാഫിയ ലക്ഷ്യമിടുന്നത്. അല്ലെങ്കിൽ ഈ ഒരു വിചാരണ തടവുമായി ബന്ധപ്പെട്ട് പോകുന്നവരെ അല്ലെങ്കിൽ കോടതിയിലേക്ക് പോകുന്നവരെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇവരുടെ കയ്യിൽ കൊടുത്തുവിട്ട് അകത്തേക്ക് എത്തിക്കുന്ന ഒരു കണ്ണികളുമുണ്ട്, അല്ലെങ്കിൽ അകത്തേക്ക് എത്തിക്കുന്ന കുറച്ച് സംഘങ്ങളുമുണ്ട്. അങ്ങനെ ഇവർ പോലും അറിയാതെ ഈ ഒരു മയക്കുമരുന്ന് മാഫിയയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ചങ്ങലയിലേക്ക് കണ്ണികളാവുകയാണ് ഒരു കൂട്ടം ഈ തടവുള്ളികൾ.
ഇപ്പോൾ നമ്മൾ പുറത്തുള്ളവർ വിചാരിക്കും ഇവർ തടവുള്ളികളാണ്, അവർ അങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അവരെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇവർ പൂർണ്ണമായും കുറ്റം ചെയ്തവരാണ്. പക്ഷേ അവരിലും ഒരു വ്യക്തിയുണ്ട്. ആ ഒരു വ്യക്തി ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ അനുഭവിച്ച് പുറത്തേക്ക് ഇറങ്ങണം എന്നുള്ള ആഗ്രഹവുമായിട്ട് കഴിയുന്നവരുണ്ടാവും. അവരെയും കൂടി നശിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് ഇതുപോലൊരു ലഹരി മാഫിയ ഈ ജയിലിലേക്കുള്ളിലേക്ക് ഈ ലഹരി കടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നത്. ഈ ലഹരി മാഫിയകൾ ഇപ്പോൾ പല രംഗങ്ങളിലുമാണ് വല വിരിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾ ഈയിടെ നമ്മുടെ അധ്യാപകരെ പിടിച്ച ഒരു കേസ് ഉണ്ടായിരുന്നു. കൂടാതെ സിനിമാ താരങ്ങളിൽ വിവിധ പബ്ബുകൾ, അങ്ങനെ നിരവധി സ്ഥലങ്ങളിലാണ് ഇത്തരം ലഹരി സംഘങ്ങൾ വലവിരിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ ജയിലിലോട്ട് കൂടി വരുമ്പോൾ അത് വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണല്ലേ? ഈ ജയിലിലേക്ക് വന്നത് കുറച്ച് വൈകി എന്നേ ഉള്ളൂ. പക്ഷേ അതിനുള്ളിലും പല രീതിയിലും ഈ ഉദ്യോഗസ്ഥരുടെ അറിവോടെയോ അല്ലെങ്കിൽ അവരറിയാതെയോ ചില ഒളിച്ചുപണികൾ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഇതിനു മുമ്പ് നമ്മളെ സൂചിപ്പിക്കുന്ന കുറച്ച് ചരിത്രങ്ങൾ. അതായത് നമ്മുടെ ഈ ഫോൺ ഉണ്ടല്ലോ, ചെറിയൊരു കീപാഡ് ഫോൺ. ആ കീപാഡ് ഫോൺ പല രീതിയിൽ പല കഷ്ണങ്ങളായി മുറിച്ച് അവസാനം അസംബിൾ ചെയ്ത് ചെയ്ത് അതിൻ്റെ അകത്ത് നിന്ന് വേണ്ടപ്പെട്ടവർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതും, അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുന്ന തടവുപുള്ളികൾ ഇടപെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ മുമ്പും കേട്ടിട്ടുള്ളതാണ്. അതുമാത്രമല്ല, ഓരോ ഇപ്പോൾ ജയിൽ പരോളിന് ശേഷം തിരിച്ച് ജയിലിലേക്ക് മടങ്ങി വരുമല്ലോ കുറച്ച് തടവുപുള്ളികൾ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലും, അല്ലെങ്കിൽ ഈ ഒരു തടവുപുള്ളികളെ കാണാൻ വരുന്ന വിസിറ്റർമാരിലൂടെയും ഇതുപോലെ പല സിഗരറ്റ് ആവട്ടെ, ബീഡി ആവട്ടെ, അല്ലെങ്കിൽ മാരകായുധങ്ങൾ, കത്തി ആവട്ടെ, അങ്ങനെ പല കാര്യങ്ങളും ഉള്ളിലേക്ക് കടത്തിയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് പിടികൂടിയിട്ടുണ്ട്. പിടികൂടാത്തവയാണ് ഇപ്പോഴത്തെ ഓരോ പരിശോധനയിലും ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്, കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇതുപോലെ കൊടിസുനി പോലെയുള്ള തടവുപുള്ളികളിൽ നിന്ന് ഫോണ് കണ്ടെത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവർ രാത്രി കാലങ്ങളിൽ ഈ ഫോണിലൂടെ പുറം ലോകവുമായി ബന്ധപ്പെടാറുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ന്യൂസിലൂടെ അല്ലെങ്കിൽ അതേ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു എക്സ്ട്രീം വേർഷനാണ് ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ആ ഒരു ലഹരി. ശരിക്കും എന്താ പറയുക, ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ കഴിയുന്ന ഒരു പ്രതീതിയാണ് ഇവർക്കെങ്കിലും ഇവർ ആഗ്രഹിക്കുന്ന പോലുള്ള കാര്യങ്ങളെല്ലാം ജയിലിനുള്ളിൽ സുലഭമാണ്. ഇപ്പോൾ അകത്ത് ജോലി ചെയ്യേണ്ടവർക്ക് ജോലി ചെയ്യാം, പഠിക്കേണ്ടവർക്കൊക്കെ പഠിക്കാം. അങ്ങനെയുള്ള എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുള്ള ഒരു കറക്ഷൻ ഹോമാണ് ജയിൽ. പക്ഷെ അതിലേക്കും ഇപ്പോൾ ഒരു പുറം ലോകത്തേക്ക് കിട്ടുന്ന പോലെ ലഹരി കിട്ടിയാൽ അവർക്ക് ആ ഒരു തിരുത്താനുള്ള ഒരു വഴിയാണ് ഏറ്റവും കൂടുതൽ അടഞ്ഞു കിട്ടുന്നത്. അതിലൂടെ ഇവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതിലും കൂടുതൽ അപകടകാരികളായി ഈ ഒരു ഡ്രഗ്സിന് വേണ്ടി എന്തും ചെയ്യാവുന്ന രീതിയിലേക്കുള്ള ഒരു മൃഗത്തെ പോലെയായിരിക്കും പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അത് പൊതുജനങ്ങൾക്കും അല്ലെങ്കിൽ സാധാരണക്കാർക്കും അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ള എല്ലാവർക്കും അത് വലിയൊരു ദുരിതമായി മാറും. അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ട് ഇനി കൂടുതൽ ഒരു സെൻട്രൽ ജയിലുകളിലോട്ടും ഈ ഒരു പരിശോധന വ്യാപിപ്പിക്കുമെന്ന് നമുക്ക് കരുതാം അല്ലേ? തീർച്ചയായും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ സെൻട്രൽ ജയിലുകളിൽ തന്നെ അല്ലെങ്കിൽ സാധാരണ ജയിലുകളിലെല്ലാം സ്ട്രെങ്ത് കൂടുതലാണ്. ഈ പിടിച്ചിടുന്ന ഈ വിചാരണ തടവുകാരും അല്ലാത്ത തടവുകാരും എല്ലാമായിട്ട് സ്ട്രെങ്ത് ഒരുപാട് കൂടുതലാണ്. ഇവരെ എങ്ങനെയെങ്കിലും എവിടേക്കെങ്കിലും ഷിഫ്റ്റ് ചെയ്യണമെന്നുള്ളൊരു തലപകരുന്ന ആശങ്കയിലാണ് ഇതുപോലൊരു പ്രശ്നം, അതായത് മയക്കുമരുന്ന് ഒരു പ്രശ്നം ഇടയിലേക്ക് കുത്തിക്കയറുന്നത്. അപ്പോൾ ശരിക്കും വല്ലാത്തൊരു പ്രതിസന്ധിയാണ് ജയിൽ അധികൃതർക്കും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട പല ഉദ്യോഗസ്ഥർക്കും. അപ്പോൾ പെട്ടെന്നൊരു ജയിൽ ഷിഫ്റ്റിങ്ങോ അല്ലെങ്കിൽ ഈ ഒരു ലഹരി തടയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു നടപടിയോ പെട്ടെന്ന് സാധ്യമാകണമെന്നില്ല. പക്ഷേ ഈ പുറത്ത് നിന്നുള്ള ആ ഒരു ലഹരിയുടെ ഒഴുക്ക് തടയാൻ ഈ ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള ആ ഒരു പദ്ധതിക്ക് മാത്രമേ കഴിയൂ. ആ ഒരു ഒഴുക്ക് തടയാൻ സാധിച്ചാൽ അത് ഏറ്റവും വലിയ ഒരു അച്ചീവ്മെൻ്റ് ആയിരിക്കും.